ഇ.പി. ജയരാജൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭൂസംരക്ഷണ ജാഥയ്ക്ക് കോട്ടയം ജില്ലയിൽ രണ്ടാം ദിനം നൽകിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കടുത്തുരുത്തി മേഖല കേന്ദ്രീകരിച്ചായിരുന്നു രണ്ടാം ദിനം ജാഥ പര്യടനം നടത്തിയത്. റബ്ബർ, നാളികേരം, കുരുമുളക്, ഏലം എന്നിവയ്ക്കെല്ലാം വിലയിടിഞ്ഞ് കർഷക ലോകം ഏറെ ദുരിതത്തിലായിരിക്കുകയാണെന്ന് ജാഥ ക്യാപ്റ്റനായ ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. അരിയടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊല്ലുന്ന വിലയായിരിക്കുകയാണ്. പാചകവാതകത്തിന് വില ഇരട്ടിയിലേറെയായെങ്കിലും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. പാചകവാതകം ഇപ്പോൾ കിട്ടാനില്ലെന്ന സാഹചര്യം തന്നെ ഉടലെടുത്തിരിക്കുകയാണ്. എന്തിനാണ് സംസ്ഥാനം ഭരിക്കാൻ സർക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ഇ.പി. ജയരാജൻ തുറന്നടിച്ചു ചോദിച്ചു. കൃഷിക്കാരോടും ജനങ്ങളോടുമുള്ള ബാധ്യത നിറവേറ്റുവാൻ കർഷക പ്രേമം വിളിച്ചോതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നും ഇ.പി. ചോദിച്ചു. റബ്ബറിന് 20% ഇറക്കുമതി ചുങ്കം ഉണ്ടായിരുന്നു. കേന്ദ്രം ഇപ്പോഴത് 7.5%. കോർപ്പറേറ്റ് വ്യവസായികൾ ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം റബ്ബർ കൃഷി വ്യാപിപ്പിക്കുകയാണെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. ഇതൊക്കെ കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഈ നാടിനെ പ്രകൃതിയെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. നദികളും പുഴകളും ഒഴുക്കി അതിനെ മനോഹരമാക്കി രാജ്യത്തിന്റെ വികസനത്തിന്, ജനങ്ങളുടെ വികസനത്തിന് ഉപയോഗിക്കണം. ആ കാഴ്ചപ്പാട് ഈ ഗവൺമെന്റിൽ ഇല്ലെന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. 41 നദികൾ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. 3 നദികൾ കിഴക്കോട്ട് പോകുന്നുണ്ട്. കബനിയും ഭവാനിയും പമ്പാറും കിഴക്കോട്ട് പോകുന്ന നദിയാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് കേരളത്തെ ധന്യമാക്കുന്നത്. ഇതിലൊന്നും വെള്ളമില്ലാതെ മറ്റു വരണ്ട നദികളെല്ലാം പോയാൽ പിന്നെ കേരളം മരുഭൂമി അല്ലാതെ മറ്റെന്തായിരിക്കും? ഇത് സൃഷ്ടിക്കുകയാണ് ഇവിടെ ഭൂമാഫിയയ്ക്ക് വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് എറണാകുളത്ത് ഒരു എമർജിംഗ് കേരളം സംഘടിപ്പിച്ചത്. ഇങ്ങനെ കേരളത്തോട് അങ്ങേയറ്റത്തെ അവഗണനയും കേരളത്തെ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടും ഇവിടുത്തെ കൃഷിക്കാരെ നേരിടുന്ന പ്രശ്നം, നമ്മുടെ പടിഞ്ഞാറൻ പ്രദേശം, ഈ വൈക്കം താലൂക്ക് ആകെ എടുത്തു നോക്കിയാൽ നാളികേരത്തിന്റെ നാട് തന്നെയാണ്. നല്ല നാളികേര വൃക്ഷമുണ്ട്. ഇപ്പൊ തേങ്ങക്ക് വിലയുണ്ടോ? 3 രൂപയാ വില. വാങ്ങാൻ ആളുണ്ട്. 3 രൂപക്കെങ്കിലും 3 രൂപ കൊടുത്താൽ വാങ്ങാൻ ആളുണ്ടോ? തേങ്ങ പറിച്ചെടുക്കാൻ തെങ്ങിൽ കയറാൻ ആളുണ്ടോ? കയറിയാലുള്ള തേങ്ങ പറിച്ചാൽ ഈ കിട്ടിയത് മുഴുവൻ കൂലി കൊടുത്താൽ മതിയാവും. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? തേങ്ങയ്ക്ക് എന്തുകൊണ്ടാണ് വിലയിടിവ്? വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് തകർത്തു. കോൺഗ്രസ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത മഹാ ദുരന്തമാണത്. ഇവിടെ വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് പാം ഓയിൽ പിടിച്ചു. പാം ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 85% ഇറക്കുമതി ചുങ്കുണ്ടായിരുന്നു. ആ ഇറക്കുമതി ചുങ്കം പൂർണ്ണമായി പിൻവലിച്ച് 85% ചുങ്കം കൊടുക്കണ്ട, നികുതി കൊടുക്കണ്ട, ഫ്രീ പോർട്ടായി നികുതി കൊടുക്കേണ്ട പാം ഓയിൽ ഇറക്കുമതി ചെയ്യാൻ എന്ന് മാത്രമല്ല 15% പാം ഓയിലിന് അങ്ങോട്ട് സബ്സിഡി കൊടുത്തു. 100 രൂപയുടെ പാം ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 85 രൂപ നികുതി കൊടുക്കണം. അതും വേണ്ട, 15% അങ്ങോട്ട് കൊടുക്കാനും തീരുമാനിച്ചു. 15 രൂപ. പിന്നെ പാം ഓയിൽ ഇവിടെ കടന്നു വന്ന് വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് പിടിക്കില്ല. എന്തിനാ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തത്? ഏത് കേരളത്തോടും ഇന്ത്യയോടുമുള്ള താല്പര്യമാണത്? അമേരിക്കൻ സായിപ്പിന് വേണ്ടി ചെയ്തതല്ലേ? അമേരിക്കൻ മുതലാളിമാർക്ക് വേണ്ടി ചെയ്തതല്ലേ? ഇവിടുത്തെ വൻകിട വ്യവസായികൾക്ക് വേണ്ടി ചെയ്തതല്ലേ? കർഷക ജനസാമാന്യത്തിന് വേണ്ടി ചെയ്തതാണോ ഇത്? വെളിച്ചെണ്ണ ഭക്ഷ്യ എണ്ണയുടെ പട്ടികയിലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഭക്ഷ്യ എണ്ണ കയറ്റുമതി ചെയ്യും വിദേശ രാജ്യങ്ങളിലേക്ക്. ഭക്ഷ്യ എണ്ണ കയറ്റുമതി ചെയ്യുന്ന കൂട്ടത്തിൽ വെളിച്ചെണ്ണ ഒരു പ്രധാന എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റാണ്. കയറ്റുമതിക്ക് വേണ്ടി ധാരാളം ഭക്ഷ്യ എണ്ണയുടെ പട്ടികയിൽ വെളിച്ചെണ്ണ പിടിച്ച് വൻതോതിൽ കയറ്റുമതി ഉണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണയെ ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുടെ പട്ടികയിൽ നിന്നും വെട്ടിക്കളഞ്ഞു കോൺഗ്രസ് ഗവൺമെന്റ്. ഈ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് എന്തിനാ വെളിച്ചെണ്ണയെ വെട്ടിക്കളഞ്ഞത്? ഇവിടുന്ന് വെളിച്ചെണ്ണ കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യ എണ്ണയല്ലേ? നല്ല ഔഷധ വീര്യമുള്ള എണ്ണയാണ് വെളിച്ചെണ്ണ. അത് വെട്ടിക്കളഞ്ഞു. അതോടുകൂടി കയറ്റുമതിയില്ല.